Good morning, students. Arithmetic sequence കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? യെസ്, വാട്ട് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഒരു നമ്പറിൽ തുടങ്ങി ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം സപ്പോസ് 2, 5, 8, 11 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണ് അല്ലേ? എന്തുകൊണ്ട്? 2 എന്ന് പറഞ്ഞ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഫിക്സ്ഡ് നമ്പർ? യെസ്, 3 അല്ലേ? 2 + 3 5, 5 + 3 8, 8 + 3 11. അപ്പോൾ 3 എന്ന് പറഞ്ഞ ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് ഫോം ചെയ്ത സീക്വൻസ് ആണ് ഇത്. അപ്പോൾ ആ ഫിക്സ്ഡ് നമ്പറിന് ഒരു പേരുണ്ടല്ലോ. യെസ്, കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് നമ്മൾ സാധാരണയായി ഡി എന്ന ലെറ്റർ കൊണ്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അടുത്തടുത്തുള്ള രണ്ട് ടേംസിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാലും മതി. നോക്കൂ, 5 - 2, 5 - 2 എത്രയാണ്? 3. അപ്പോൾ 3 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇതിലെ ഓരോ നമ്പറിനെയും നമ്മൾ ടേം എന്നാണ് പറയാറ്. ഓരോ ടേമിനെയും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഫസ്റ്റ് ടേം x1, x2, x3 ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ടേമിനെ. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, x2 സെക്കൻഡ് ടേം, തേർഡ് ടേം, x3 ഇങ്ങനെ ഫോം ചെയ്യും. ഇപ്പോൾ x1 ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമിനെ വേണമെങ്കിൽ നമുക്ക് f എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ സീക്വൻസ് വെച്ച് പഠിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണത്? യെസ്, ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് നോക്കാലോ. ഇപ്പോൾ ഈ സീക്വൻസ് നോക്കിയേ, ഫസ്റ്റ് ടേം ആണ് 2, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അല്ലെ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? അതായത് n-ാം പദം എന്തായിരിക്കും? അതാണ് ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. nth ടേമിനെ നമ്മൾ xn കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ xn = f + n - 1 × d. ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അല്ലെങ്കിൽ നമുക്ക് ഇതന്നെ സെയിം വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? dn + f - d. ഇത് രണ്ടും സെയിം ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടേം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് 25th ടേം ഓഫ് ദിസ് സീക്വൻസ് കണ്ടുപിടിക്കണം. 25ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഫോർമുല ആദ്യം എഴുതാം. xn = f + n - 1 × d. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ്. 25ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തെഴുതാം? എന്നിന് പകരം എന്ത് കൊടുക്കുക? 25 കൊടുക്കുക. അപ്പം ഇതിലെ ഫസ്റ്റ് ടേം f മീൻസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എങ്ങനെയാണ്? ഏതാണ്? 2. അപ്പോൾ 2 + n എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 - 1 24. 24 × കോമൺ d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. d എത്രയാണ് ഇവിടെ? 3 ആണ്. ഇനി നമുക്ക് സോൾവ് ചെയ്യും. 2 + 24 × 3 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 24 × 3, 4 3s are 12, 72. 2 + 72 74. ഇതാണ് 25th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഫോർമുല വെച്ച് നമുക്ക് ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. എല്ലാവരും എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം XYZ ഇത് മൂന്നും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ, കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള ടേംസ് ആണെങ്കിൽ, ഇതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? XYZ അല്ലെ? ഇതിൽ y ആണ് മിഡിലുള്ളത്, മിഡിൽ ടേം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? x + z/2. മനസ്സിലായോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, 5 15 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലെ 3 ടേംസ് ആണ്. അതിൽ മിഡിൽ ടേം മിസ്സിംഗ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം
divided by 2. അപ്പോൾ 5 plus 15, 20. 20 by 2 equal to 10. നമുക്ക് മിഡിൽ ടേം കിട്ടിയില്ലേ? 10 ആണ് ഇവിടെ മിസ്സായിട്ടുള്ള നമ്പർ. മനസ്സിലായിട്ട് നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ എങ്ങനെ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കും? അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോക്കാം. SN എന്ന് പറഞ്ഞാൽ സം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ, ഇനിയിപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്യാം. ഇതും യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം. ഇതായിരിക്കും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ഈസി. എന്താണ്? SN ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. x1 ഓർ xn എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഈ രണ്ട് ഫോമുലയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിനി കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? യെസ്, സ്റ്റാർട്ട് ഫ്രം 1 അല്ലേ? 1, 2, 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ആ സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സീക്വൻസ് എഴുതാം. 1, 2, 3 എക്സെട്ര അപ് ടു n വരെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ സീക്വൻസിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം ഒരു ഫോമുല പഠിച്ചിട്ടുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും എളുപ്പമായി നമുക്ക് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയുണ്ട്. അതിൻ്റെ ഫോമുലയാണ് SN ഈക്വൽ ടു n. എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? n ഉണ്ട് അല്ലേ? n ഇൻറ്റു n+1/2. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോമുല. ഇത് നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം സപ്പോസ് 1, 2, 3 എക്സെട്ര അപ് ടു 50. 3 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സമ്മ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഫോമുല യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അതായത് SN ഈക്വൽ ടു, ഇവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 ഉണ്ട് അല്ലേ? അപ്പോൾ 50 ഇൻറ്റു 50 പ്ലസ് 1, അതായത് 51/2. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസറായി. അപ്പോൾ നോക്കാം. 50 ഇൻറ്റു 51 മൾട്ടിപ്ലൈ ചെയ്താൽ 2550 വരും. ദെൻ ഡിവൈഡഡ് ബൈ 2. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1275 വരും. അപ്പോൾ ഇതാണ് ഈ സീക്വൻസിൻ്റെ സം. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. എന്താണ് ഈവൻ നമ്പേഴ്സ്? യെസ്, സ്റ്റാർട്ട് ഫ്രം 2 അല്ലേ? 2, 4, 6 എക്സെട്ര അപ് ടു n. ഈ സീക്വൻസിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ഫോമുലയുണ്ട്. SN ഈക്വൽ ടു n ഇൻറ്റു n+1. നേരത്തെ ഡിവൈഡഡ് ബൈ 2 മാറ്റിയാൽ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മായി. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കൂടി നോക്കാം. എന്താണ്? സീക്വൻസ് എഴുതാം. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് സ്റ്റാർട്ട് ഫ്രം 1, then 3, 5 എക്സെട്ര അപ് ടു n. ഈ സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് SN ഈക്വൽ ടു n². വെരി സിമ്പിൾ. അപ്പോൾ ഏത് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാലും സമ്മ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇനി കുറേ ഫോമുലാസ് വരുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നവർക്ക് ലാസ്റ്റ് പറഞ്ഞ 3 ഫോമുലാസ് സ്കിപ്പ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ ജനറൽ ഫോമുല പഠിച്ചു വെച്ചാൽ ഏത് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിളായി ആൻസർ ചെയ്യാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റെഡി അല്ലേ എല്ലാവരും? കൺസിഡർ എൻ അരിത്മെറ്റിക് സീക്വൻസ് 6, 11, 16, 21 etc. Find common difference, 10th term, algebraic form or nth term. Sum of 10 terms is 100 a term of the sequence. അപ്പോൾ അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസ് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് അല്ലേ? ഒരു അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു, D എന്ന് പറഞ്ഞ ഇലക്ട്രോണാണ് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും അടുത്തടുത്തുള്ള 2 ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 11 - 6. 11 - 6 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 5 എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് എന്ത് വേണം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, 10th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. 10th ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം?
നമുക്കറിയാം nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എഴുതാം ഫസ്റ്റ്. xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10th ടേം ആണ്. അപ്പം n-ന് പകരം എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. x10 ഈക്വൽ ടു f ഫസ്റ്റ് ടേം എത്രയാണ്? 6 പ്ലസ് n 10 ആണ്. അപ്പം 10 മൈനസ് 1 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5. എന്ത് വരും? 6 പ്ലസ് 9 ഇൻറ്റു 5 45. എത്ര വരും? 51. A 10th term of the sequence is 51. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൾജിബ്രൈക് ഫോം ഓർ nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യാം. നമുക്ക് രണ്ട് ഫോർമുല ഉണ്ടായിരുന്നു xn കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ സെക്കൻഡ് ഫോർമുലയാണ് ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫോർമുലയ്ക്ക് കുറച്ചുകൂടെ ഈസി. അപ്പോൾ xn ഈക്വൽ ടു എന്ത് വരും? dn പ്ലസ് f മൈനസ് d. ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ d എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ d എന്ന് പറയുമ്പോൾ 5n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്രയാണ് ഇവിടെ? 6 മൈനസ് കോമൺ ഡിഫറൻസ് 5 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 5n പ്ലസ് 6 മൈനസ് 5 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ 5n പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഓൾജിബ്രൈക് ഫോം ഓഫ് ദിസ് സീക്വൻസ് അല്ലേ? അപ്പോൾ nth ടേം എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ആൻസറിൽ n ഉള്ള ടേം ഉണ്ടാവണം എന്തായാലും. ഓക്കെ, നമുക്ക് മറ്റേ ഫോർമുല യൂസ് ചെയ്യാം. ഇത് xn ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സം ഓഫ് 10 ടേംസ് അല്ലെ? ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഫോർമുല എഴുതാം. എന്താണ് ഫോർമുല? Sn ഈക്വൽ ടു n by 2 into 2f plus n minus 1 into d. ഓക്കെ, ഇതിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n-ന് പകരം എന്ത് എഴുതാം? 10 കൊടുക്കാം. ഈക്വൽ ടു n 10 by 2 into 2 into f. 2 into f എത്രയാണ് ഇവിടെ? 6 പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ 10 മൈനസ് 1. n 10 ആണ് ഇവിടെ. 10 മൈനസ് 1 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5. ഇനി ഇത് സോൾവ് ചെയ്യാം. 10 by 2 ഇൻറ്റു 2 ഇൻറ്റു 6 12 പ്ലസ് 9 ഇൻറ്റു 5 45. ഇനി 10 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? 5 ഇൻറ്റു 12 പ്ലസ് 45. 12 പ്ലസ് 45 എത്രയാണ്? ആഡ് ചെയ്ത് നോക്കൂ. 57. ഓക്കെ, 57. അപ്പോൾ 57 ഇൻറ്റു 5 ചെയ്താൽ ആൻസർ ഇസ് 285. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് 285 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കും. എന്തായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഈസ് 100 എ ടേം ഓഫ് ദി സീക്വൻസ് അല്ലെ? 100 എന്ന് പറയുന്ന നമ്പർ ഇതിലെ ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനൊരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. അതെന്ത് ചെയ്യാം? നമുക്ക് 100 എന്ന് പറയുന്ന നമ്പർ ഇതിൽ ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 100 മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. 100 മൈനസ് ഫസ്റ്റ് ടേം എന്നിട്ട് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ് കോമൺ ഡിഫറൻസ്? 5. നോക്കൂ, 100 മൈനസ് 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 94 ഡിവൈഡഡ് ബൈ 5. 94 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് എത്ര വരും? നോക്കിയേ, 94 by 5. 5 ones are 5. ബാക്കി എത്ര വരും? 4. 44. റിമൈൻഡർ 4 വന്നു. അപ്പോൾ ഡെസിമൽ വരും ഇവിടെ 0 then 8. നമുക്ക് എന്ത് കിട്ടി? 94 ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18.8 അല്ലേ? ഡെസിമൽ വന്നു. അതായത് 94 നമുക്ക് കറക്റ്റായിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഡെസിമൽ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? 100 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് പറയാം. കറക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടേം ആവും. മനസ്സിലായോ? കറക്റ്റായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ നമ്പർ ആ സീക്വൻസിന്റെ ടേം അല്ല എന്നാണ്
മീനിങ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.